നമസ്കാരം. പരീക്ഷാകാലമാണ്. പലപ്പോഴും പരീക്ഷാകാലത്ത് ഭയത്തോടെയാണ് കുട്ടികൾ കാണാറുള്ളത്. പല കുട്ടികളും പറയുന്ന ചില പരാതികൾ, നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നു, പക്ഷെ വിചാരിച്ചതുപോലെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പല രക്ഷിതാക്കളും പറയാറുണ്ട്, കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പരീക്ഷാ പേപ്പറിൽ ആ മാർക്ക് കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് നന്നായി പ്രസന്റ് ചെയ്യാൻ സാധിക്കാത്തത്? വലിയൊരു ശതമാനം കുട്ടികൾ, ഒരു 60-70% വരുന്ന കുട്ടികൾ ഈ ഒരു വിഷയത്തെ നേരിടുന്നവരാണ്. ഏറ്റവും നന്നായി മാർക്ക് വാങ്ങി വിജയിക്കുന്നവർ ഈ ഒരു പ്രശ്നത്തെ അതിജീവിച്ചവരാണ്. നന്നായി പഠിക്കുന്നവർക്കല്ല മാർക്ക് കിട്ടുന്നത്, നന്നായി പരീക്ഷ എഴുതാൻ അറിയുന്നവർക്കാണ്. പരീക്ഷ എഴുതാൻ സാധിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക സ്കില്ലാണ്. ആ സ്കില്ലാണ് കുട്ടികൾ നേടിയെടുക്കേണ്ടത്. ആ സ്കില്ലിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും പരീക്ഷയെ പല രീതിയിൽ കാണുന്നവരുണ്ട്. പരീക്ഷയെ ഭയത്തോടെ കാണുന്നവരുണ്ട്, അമിത പ്രാധാന്യത്തോട് പരീക്ഷയെ കാണുന്നവരുണ്ട്, അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പരീക്ഷയെ സമീപിക്കുന്നവരുണ്ട്, പരീക്ഷയ്ക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ നടക്കുന്നവരുണ്ട്. ഇതിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി പരീക്ഷയെ സമീപിക്കുന്നവർക്കാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ്, പരീക്ഷയാണ് വരുന്നത് എന്ന് കേട്ട് പരീക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണ്, കയറി പറ്റാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് പരീക്ഷയെ നമ്മൾ ഭയക്കുന്നത്. അങ്ങനെ ഭയം ഉണ്ടായാൽ പരീക്ഷ നമുക്കൊരു വലിയ ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠ വന്നു കഴിഞ്ഞാൽ പഠിച്ചത് മറന്നു പോവുകയും വേണ്ടതുപോലെ പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് പരീക്ഷയെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി കാണുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. നമ്മുടെ രക്ഷിതാക്കളൊക്കെ കുട്ടികളിൽ അമിതമായ പ്രതീക്ഷ നൽകുമ്പോഴും ആ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു ഉത്കണ്ഠയായിരിക്കാം കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു പ്രധാന വിഷയം. അതുകൊണ്ട് രക്ഷിതാക്കൾക്കും ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. കുട്ടികളെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പൂർണ്ണമായും അവർക്ക് ധൈര്യം കൊടുക്കേണ്ട രക്ഷിതാക്കളാണ്. നീ പഠിച്ചതുപോലെ നീ നന്നായി പെർഫോം ചെയ്യുക, ബാക്കി നമ്മൾക്ക് നോക്കാം. നിന്റെ മാർക്കിലല്ല, നിനക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചല്ല ഞങ്ങൾക്ക് നിന്നോടുള്ള സ്നേഹം. നീ എങ്ങനെ ചെയ്താൽ നിനക്ക് പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്യുക, ബാക്കി നമുക്ക് നോക്കാം എന്നുള്ള ധൈര്യമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. പലപ്പോഴും നമുക്കറിയാം, പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് കുട്ടികൾ അനുഭവിക്കുന്ന ആ ഒരു ആങ്സൈറ്റി, പലപ്പോഴും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിനൊക്കെ കാരണം റിസൾട്ട് അറിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നുള്ളതാണ്. ആ ഒരു ധൈര്യം പാരൻസ് കുട്ടികൾക്ക് കൊടുക്കണം. പരീക്ഷ ജീവിതത്തിലെ കടന്നു പോകേണ്ട ഒരു ഘട്ടമാണ്, അല്ലാതെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കടമ്പയല്ല. ആ ഒരു മെസ്സേജ് പാരൻസിന് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് പാരൻസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കിയ ആ രീതിയിൽ പരീക്ഷ നമ്മൾ പെർഫോം ചെയ്യുക. റിസൾട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം, പറ്റിയ രീതിയിൽ ഞാൻ പെർഫോം ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി പോയി എഴുതുക എന്നുള്ളതാണ് വേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ നമുക്ക് വിശദമായിട്ട് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, പരീക്ഷാ ഹാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരു പരീക്ഷയ്ക്ക് ഉള്ള തയ്യാറെടുപ്പ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.